ഹലോ മുത്തുമണികളെ. അപ്പം വീണ്ടും ഒരു നടുക്കുന്ന വാർത്തയും നമുക്ക് കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സൗമ്യ വധക്കേസ് പോലെ, അല്ലെങ്കിൽ ഡൽഹി പീഡനം പോലെ മറ്റൊരു അതിദാരുണമായ ഒരു പീഡനം ഇവിടെ നടന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 10 വയസ്സുകാരി അതിദാരുണമായി തന്നെ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും ഇതിന് മകളെ മാപ്പ് എന്നൊരു ഹാഷ്ടാഗ് നൽകി ഒരു പോസ്റ്റും ഇട്ട് മടങ്ങിപ്പോവാൻ വേണ്ടിയിട്ട് മനസ്സ് വരാത്തത് കൊണ്ടും സമൂഹത്തിനോട് ചോദിക്കാനുള്ള കുറേ അധികം ചോദ്യങ്ങളും കുറേ അധികം ഉത്തരങ്ങളും ഒക്കെ മുൻനിർത്തി ഞാൻ കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ 10 വയസ്സുള്ള പെൺകുട്ടിയോട് ഇപ്പോ തമിഴ്നാട് അത്രയും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു പെൺകുട്ടിയുടെ മരണവും. ഈ ഒരു പെൺകുട്ടി മരിച്ചതിന് ശേഷം ഇവരുടെ അമ്മയ്ക്ക് ഒരുപാട് വാഗ്ദാനങ്ങളുമായിട്ട് തമിഴ്നാട് സർക്കാർ രംഗത്ത് വന്നു എന്നാണ് പറയുന്നത്. ഈ തമിഴ്നാട് സർക്കാരിന്റെ ഈ ഒരു രംഗത്ത് വരല് അവിടുത്തെ സ്ത്രീകളെ ഒന്നടങ്കം ചൊടിപ്പിക്കുകയും സ്ത്രീകൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ അമ്മയുടെ ദുർനടപ്പിനെ കുറിച്ച്, ഈ കുട്ടിയുടെ അമ്മയുടെ ദുർനടപ്പിനെ കുറിച്ചും അവർ കാരണമാണ് ആ പെൺകുട്ടിക്ക് അത്തരത്തിലൊരു സംഭവം നടന്നതെന്നും ഇത് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം ഈ സ്ത്രീ ഇതിന് അർഹയാണോ എന്നുള്ളത് നിങ്ങൾ നന്നായി വ്യക്തമായി അന്വേഷിച്ചതിന് ശേഷം മാത്രം കൊടുക്കണമെന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിലെ ഒരുപാട് സ്ത്രീകൾ രംഗത്ത് വന്നതായിട്ടും ആക്രോശിച്ച് സംസാരിക്കുന്നതുമൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഈ ഒരു കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വന്നു. അതായത് മക്കളുള്ള മാതാപിതാക്കൾ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടിയും വളരെ കെയറോടുകൂടി നോക്കേണ്ടുന്നതാണ് മക്കള് എന്ന് പറയുന്നത്. നമ്മളൊരു ചെടി നട്ട് അവിടെ അങ്ങ് നട്ടു വെച്ചാൽ അതങ്ങ് വളരെയില്ല. അതിൽ വരുന്ന കീടാണുക്കളെയും അതിൽ വന്നേക്കാവുന്ന ഭവിഷ്യത്തുകളെയും ഒക്കെ മുൻകൂട്ടി അറിഞ്ഞ് കണ്ട് അതിന് വേണ്ടുന്ന പ്രിപ്പറേഷനുകൾ കൊടുത്ത് ആ ചെടിയെ നന്നായി പരിപാലിച്ചാൽ മാത്രമേ ആ ചെടിയിൽ നിന്നും എന്തുണ്ടാകുകയുള്ളൂ, നല്ല ഫലം ഉണ്ടാവുകയുള്ളൂ. അതിനെ എങ്ങനെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും പുഴുക്കുത്തുള്ള ഫലങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തും ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ ഒന്നും തന്നെ ഒരു അക്രമം നടന്ന് നമ്മൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെയൊക്കെയും പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ അത് പോട്ടെ, അത് സാരമില്ല, അതൊരു ജീവിതമല്ലേ, അവര് ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ ജനങ്ങളെ നിങ്ങൾ ഓർക്കുക, നാളെ ഇത് നമ്മളുടെ വീട്ടുമുറ്റത്ത് വന്നാലും ഇതുപോലെ ആ മക്കളുടെ മരണശേഷം ആ മാതാപിതാക്കൾക്ക് ഭയങ്കര ബിൽഡപ്പും അയ്യോ പാവം മാതാപിതാക്കള് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടുന്ന സംരക്ഷണയും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സമൂഹമുണ്ടാകും. പക്ഷെ ഈ തരത്തിൽ ഈ മക്കൾ പീഡിപ്പിക്കപ്പെട്ടേക്കാം, ഈ മക്കൾ ഇത്തരത്തിൽ അപകടപ്പെട്ടേക്കാം എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന അല്ലെങ്കിൽ മുൻകൂട്ടി അതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കുന്ന ആളുകളൊക്കെയും തന്നെ സമൂഹത്തിന്റെ മുന്നിൽ ഭയങ്കര മോശക്കാരായിട്ട് മാറുന്ന ഒരു അനുഭവമുണ്ട്, ഒരു കാരണമുണ്ട്. അതിന്റെ ഒരു വിക്ടിമാണ് ഞാനും. ഇത്തരത്തിലൊരു വിഷയം നടക്കും, ഇത്തരത്തിലൊരു സംഭവം നടക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോഴും അവളെന്തോ കിടന്ന് ചിലയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ നന്മയിൽ അസൂയ പൂണ്ടിട്ട് പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സമൂഹം എൻ്റെ ചുറ്റിനുമുണ്ട്. ഒരു അമ്മ എന്നുള്ള നിലയിലാണ് മറ്റൊരു കുട്ടീനെ കുറിച്ച് സങ്കടപ്പെടേണ്ട കാര്യം എനിക്കില്ല, അല്ലെങ്കിൽ നീ ആര് ഇത് ചോദിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ പൊതുജനമാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. നാളെ ഇതുപോലൊരു അപകടം അവിടെ സംഭവിച്ചാലും ഇതേ ആൾക്കാർ ആ അമ്മയ്ക്ക് സർക്കാർ ജോലി കൊടുക്കണം, വീട് കൊടുക്കണം, നാട് കൊടുക്കണം, വേണമെങ്കിൽ മന്ത്രി കസേര കൂടി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരും. ശരിക്കും ആ കുട്ടികൾ അത്തരത്തിലൊരു അപകടത്തിലേക്ക് എത്താൻ ഈ അമ്മയ്ക്ക് എത്രത്തോളം പങ്കുണ്ട് എന്നുള്ളത് സമൂഹം അറിയാതെ പോകരുത്. നമ്മുടെ ചുറ്റുവട്ടത്ത് പോലും, നമ്മുടെ കൺവട്ടത്ത് പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിൽ നടന്ന ഈ ഒരു സംഭവത്തിന്റെ പിന്നിൽ നടക്കുന്ന രഹസ്യവും പിന്നിൽ നടന്നതും ഇത് തന്നെയാണ്. അമ്മ വളരെ കള്ളു കുടിച്ച് ബോധമില്ലാതെ ആ വീട്ടിനകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. നമ്മൾ കാണുന്നത് അവര് ഭയങ്കര മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നു, അൽഹംദുലില്ലയും മാഷാ അല്ലയും ഒക്കെ പറയുന്നു. ഈ സ്ത്രീകളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ എടുത്തു നോക്കുക.
കള്ളുകുടിയന്മാരെ മാത്രം വിവാഹം കഴിക്കുന്ന ഒരു സ്ത്രീ, അവർക്കും ഇതുമായിട്ട് എന്തെങ്കിലും ടച്ച് ഉണ്ടോ എന്നുള്ളത് അറിയണം. തമിഴ്നാട്ടിൽ നടന്ന ഈ ഒരു കൊലപാതകത്തിലും അമ്മ മുഴുക്കുടിയാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അമ്മ സ്വന്തം വീട്ടിനകത്ത് ആ കുഞ്ഞിനെ നോക്കാതെ കള്ളു കുടിച്ച് ഉറങ്ങുന്ന സമയത്താണ് ഈ കുട്ടി മിസ്സിങ് ആയിരിക്കുന്നത്. ഈ കുട്ടി മിസ്സിങ് ആയി എന്നുള്ളത് അച്ഛൻ മനസ്സിലാക്കിയതിന് ശേഷം അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും മറ്റെല്ലായിടത്തും ചെന്ന് അന്വേഷിച്ചിട്ടും പരാതി കൊടുത്തിട്ടും ഈ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. പിന്നീട് ഈ കുട്ടീനെ മണിക്കൂറുകളോ ദിവസമോ കഴിഞ്ഞിട്ടാണ് ആ കുട്ടീനെ തിരിച്ചു കിട്ടുന്നത്. ആ കിട്ടുന്ന സമയത്തുള്ള ആ കുട്ടിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരമ്മയ്ക്കും കണ്ടു നിൽക്കാൻ പറ്റാത്തതാണ്. സ്വന്തം പെറ്റുമ്മ പോലും അത് കണ്ടിട്ട് വായും പൊളന്ന് നിൽക്കുമ്പോൾ ആ ശവശരീരത്തിന് മുന്നിൽ കിടന്ന് അലമുറയിടുന്ന മറ്റൊരുപാട് അമ്മ മനസ്സുകളും അമ്മമാരുമുണ്ട്. ശരിക്കും എത്രത്തോളം വലിയൊരു തെറ്റാണ് ആ സ്ത്രീ ചെയ്തിരിക്കുന്ന, ആ അമ്മ എന്ന് പറയുന്ന സ്ത്രീ ചെയ്തിരിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഈ സ്ത്രീക്ക് പിന്നെ അറിയാവുന്ന ഒരു പുരുഷൻ തന്നെയാണ് ആ പെൺകുട്ടീനെ കൊണ്ടുപോയി ഇത്രയും വലിയ ഒരു അക്രമം ആ കൊച്ചിനോട് കാണിച്ചിരിക്കുന്നത് പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നാളെ ഇത് നമ്മളെ വീട്ടുമുറ്റത്ത് വന്നാലും നമ്മളും അയ്യോ പാവം എന്ന് പറഞ്ഞുകൊണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുതേ. ശരിക്ക് ഇങ്ങനെ പിന്നെ വിവാഹേതര ബന്ധങ്ങളിലേക്ക് പോവുക, അല്ലെങ്കിൽ അവരുടേതല്ലാത്ത മക്കളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അന്യ പുരുഷന്മാർക്ക് സാധിക്കുന്നതല്ല. എന്നാൽ 100% അങ്ങനെ ഒരു നല്ല വാപ്പമാരെ കിട്ടാം. ഇപ്പോ ഈ രണ്ടോ മൂന്നോ ദിവസത്തിന് മുമ്പ് ഞാനൊരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഗംഗ എന്തോ ആണ് ആ പെൺകുട്ടിയുടെ പേര്. പെൺകുട്ടിയുടെ ഉമ്മയ്ക്ക് 2 പെൺകുട്ടികളും ഒരു മോനെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അവരും ഇതുപോലെ അവരുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതിനു ശേഷം ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് ഒരാൾ വന്നവർക്ക് ജീവിതം കൊടുത്ത് ആ ജീവിതം സക്സസ് ആയിരുന്നു. ആ കുട്ടികളെ സ്വന്തം മക്കളെ പോലെ അയാൾ നോക്കി വളർത്തി വലുതാക്കി. ഇന്ന് ആ കുട്ടികൾക്ക് അമ്മയെ പറയുന്നതിനേക്കാൾ വലിയ നാവാണ് ആ അച്ഛനെ കുറിച്ച് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളും ഉണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കൂല. പക്ഷെ എത്രത്തോളം നമ്മൾ ജാഗ്രത പാലിക്കണം നമ്മുടെ മക്കളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കുട്ടികൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിൽ ആ കുട്ടികൾ ഏതെങ്കിലും ഒരു രീതിയിൽ പീഡനപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ അധികാരികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥരാണ്. കാരണം സമൂഹമാണ്. അത്തരത്തിലൊരു കള്ളു കുടിച്ച് പിന്നെ കുടുംബം നോക്കാത്ത അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുമ്പോൾ അത്രയും മോശമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് ഒരിക്കലും നന്മമരമാകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അയാളുടേതല്ലാത്ത കുട്ടികളോട് ഒരിക്കലും ഒരു കരുണയും കാണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. സ്വന്തം കുഞ്ഞിനോട് കാണിക്കാത്ത കരുണ ഒരിക്കലും ഒരാളും പുറത്തുള്ള മക്കളടുത്ത് കാണിക്കില്ല. സ്വന്തം കുഞ്ഞിനോട് കാണിക്കാത്ത ഒരു സ്നേഹം പുറത്തുള്ള ഒരാളോടും അയാൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. സ്വന്തം മക്കളെ സ്നേഹിക്കുന്ന ഒരു ഉമ്മയ്ക്ക് ഒരിക്കലും മറ്റൊരു മക്കളെ പറയാനും സാധിക്കില്ല. ഞാനിങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു വൾഗർ ചിന്താഗതി, ഈ കുട്ടിയെ കൊന്നിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് അവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് ആ കുട്ടിയെ ഉപയോഗിക്കുകയും അതിനുശേഷമാണ് ആ പെൺകുട്ടീനെ ഇത്തരത്തിൽ ഉപദ്രവിച്ചിരിക്കുന്നത്. ഇതുപോലെ ചിന്തിക്കുന്ന പെണ്ണുങ്ങളുമുണ്ട്. ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കും ഈ ഒരു വ്യക്തികൾ തന്നെ ഇത് ആദ്യമായിട്ട് ചെയ്ത ഒരു ക്രൈം ആയിരിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയില്ല. ചിലപ്പോൾ കൊന്നിട്ടുണ്ടാവൂല. ഇതിനേക്കാൾ വൾഗറായിട്ട് ഇവർ മറ്റാരോടെങ്കിലും ഒക്കെ പെരുമാറിയിട്ടുണ്ടാകാം. ഇത് പുറത്ത് അറിഞ്ഞത് ഈ ഒരു കുട്ടിയുടെ മരണത്തോടു കൂടിയായിരിക്കാം പുറത്തറിഞ്ഞിരിക്കുന്നത്. ഇത് എത്രത്തോളം സമൂഹത്തിന് ദുരന്തമായിട്ടുള്ള ജന്മങ്ങളാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇതുപോലെയുള്ള ആണുങ്ങളുണ്ട് എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതേ ചിന്താഗതിയുള്ള സ്ത്രീകളും നമുക്ക് ചുറ്റിനുമുണ്ട്. നമ്മൾ കരുതും അവർ അമ്മമാരല്ലേ, അമ്മമാർക്കൊരിക്കലും ഇത്തരത്തിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്ന് നമ്മൾ കരുതും. പക്ഷെ അത്തരത്തിലുള്ള അമ്മമാരുമുണ്ട്. അതായത് എൻ്റെ മക്കൾ മാത്രമാണ് എനിക്ക് മക്കൾ, മറ്റൊരു മക്കൾ എന്ന് പറയുന്നതും അവരുടെ ഗുഹ്യസ്ഥാനം എന്ന് പറയുന്നതും നമുക്ക് പറഞ്ഞാനന്ദിക്കാനുള്ള സാധനം മാത്രമാണ്. അവരെന്ന് പറയുന്നത് നമുക്ക് സുഖിക്കാനുള്ളതും നമുക്ക് ആനന്ദിക്കാനുള്ളതുമാണ് എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളുമുണ്ട്. മറ്റ് സ്ത്രീകൾ കഷ്ടപ്പെട്ട് വളർത്തുന്ന മക്കളുടെ ഗുഹ്യസ്ഥാനത്തെ പറഞ്ഞ് സന്തോഷിക്കുന്ന രതിമൂർച്ച അടയുന്ന സ്ത്രീകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവരെ നമ്മൾ നോക്കി വെക്കണം.
ഇവർ വളർത്തുന്ന കുട്ടികൾ എത്രത്തോളം വലിയ ക്രിമിനലുകളായിട്ടായിരിക്കും ഈ സമൂഹത്തിൽ വളർന്നു വരിക എന്നുള്ളതും നമ്മൾ ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം സമൂഹത്തിനാണ് എന്റെ മക്കളെ തന്നെ അക്രമത്തിന് ഇരയാകണമെന്നില്ല. ഇത്തരത്തിൽ പെരുമാറുന്ന ആളുകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾ വലിയ കൊമ്പത്ത് കയറ്റി ഇരുത്തുമ്പോൾ എന്റെ മക്കളായിരിക്കണമെന്നില്ല അവരുടെ അക്രമത്തിന് ഇരയാകുന്നത്. ചിലപ്പോൾ ഈ കേട്ട് കൈയടിച്ച് ആനന്ദിക്കുന്ന നിങ്ങളുടെയൊക്കെ തന്നെ വീട്ടിന്റെ അടുത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നേക്കാം. അപ്പൊ ഇതുപോലെ ഇങ്ങനെ വൾഗർ ചിന്താഗതി കൊണ്ട് നടക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ ചെറിയ കുട്ടികളെ പറഞ്ഞ് ആനന്ദം കണ്ടെത്തുന്ന ആളുകളെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വിഷയം വന്നപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയേണ്ടതായിട്ട് പറയാനായിട്ട് എനിക്ക് തോന്നി. കാരണം അത്രയും വലിയൊരു ദാരുണമായ ഒരു സംഭവം നമ്മുടെ വീട്ടുമുറ്റത്ത് നടന്നു കഴിഞ്ഞതിന് ശേഷം മകളെ മാപ്പ് എന്നൊരു #ഹാഷ്ടാഗ് ഇട്ട് പോസ്റ്റ് ഇടുന്നതിലല്ല നമ്മുടെ മിടുക്ക്. അത് അവയർനെസ് ചെയ്യുക എന്നുള്ളതാണ്. പൊതുസമൂഹത്തില് അല്ലെങ്കിൽ പൊതു മീഡിയയില് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ആ കുട്ടികൾ സേഫ് അല്ല. ആ കുട്ടികൾക്ക് എപ്പോ വേണമെങ്കിലും അപകടം സംഭവിച്ചേക്കാം. ഇനി അങ്ങനെ നാളെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഇതേ സർക്കാർ അവർക്ക് പിന്നെ കുറെ പാരിതോഷികങ്ങൾ കൊടുത്ത് എന്തിന് ഇവർക്ക് ജോലി കൊടുക്കേണ്ട കാര്യം? ഇവര് തന്നെ അശ്രദ്ധ കാണിച്ച് ഇവര് കുടിച്ച് പെടുത്ത് ഇവരുടെ വീട്ടിനകത്ത് കിടന്നുറങ്ങിയിട്ട് അവിടെ നിന്ന് ഈ കുട്ടി ഇത്തരത്തിലുള്ള അക്രമത്തിന് ഇരയായപ്പോ ആ അമ്മയ്ക്ക് കൊടുക്കുന്ന പാരിതോഷികം എന്ന് പറയുന്നത് എന്താണ്? സർക്കാർ ജോലിയും വീടും വേണമെങ്കിൽ മന്ത്രി കസേരയും കൂടി കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ അക്രമം ചെയ്തതിനേക്കാൾ, ഈ അക്രമം ചെയ്ത ആളുകൾ ചെയ്തതിനേക്കാൾ വലിയൊരു അക്രമമാണ് ഈ സർക്കാരും ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അത് പറയാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മളത് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഇത്തരക്കാരെ ജനങ്ങൾ തിരിച്ചറിയുക. ഇതുപോലുള്ള ഇത്തരം അപകടങ്ങളിലേക്ക് എത്തിപ്പെടുന്ന മക്കൾക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കേണ്ടത് ആ നാടാണ്, ആ വീട്ടുകാര്, അവരുടെ ബന്ധുക്കള്, സ്വന്തക്കാര് ഒക്കെയാണ്. അല്ലാതെ നാളെ എന്തെങ്കിലും വന്നതിന് ശേഷം അയ്യോ ബത്തോ എന്ന് പറഞ്ഞിട്ട് കിടന്ന കരയല്ല ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അവർക്ക് വീടും നാടും പിന്നെ ജോലിയും ഒക്കെ കൊടുക്കുന്നത് കണ്ണും അടച്ച് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരും.